നമസ്കാരം. അപ്പുറത്തുനിന്ന് പാകിസ്ഥാനിലെ നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കെതിരെ വെല്ലുവിളി നടത്തുന്നുണ്ട് എങ്കിലും പാക് സൈന്യം ഭയപ്പാടിൽ ആണെന്നാണ് ചില റിപ്പോർട്ടുകൾ കാണുമ്പോൾ തോന്നുന്നത്. ഇന്ന് തന്നെ പാകിസ്ഥാൻ സൈന്യം ഒരു പ്രസ്താവന കുറച്ചു മുൻപ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാക് സൈന്യത്തിന്റെ എക്സസൈസ് ഇൻഡസിന്റെ ഭാഗമായി 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫത്ത സീരീസിൽ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന മിസൈലിന്റെ വിജയകരമായ പരിശീലന വിക്ഷേപണം പാകിസ്ഥാൻ ഇന്ന് നടത്തി എന്നാണ് ആ പത്രക്കുറിപ്പിൽ പ്രധാനമായും പറയുന്നത്. സൈനികരുടെ പ്രവർത്തന സന്നദ്ധത ഉറപ്പാക്കുകയും മിസൈലിന്റെ നൂതന നാവിഗേഷൻ സംവിധാനവും മെച്ചപ്പെടുത്തിയ കൃത്യതയും ഉൾപ്പെടെയുള്ള പ്രധാന സാങ്കേതിക പാരാമീറ്ററുകൾ സാധൂകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വിക്ഷേപണം എന്നും പറയുന്നു. പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പാകിസ്ഥാന്റെ തന്ത്രപരമായ സംഘടനകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പരിശീലന വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിച്ചുവെന്നും പാകിസ്ഥാന്റെ പ്രാദേശിക സമഗ്രതയ്ക്കെതിരായ ഏത് ആക്രമണത്തെയും തടയുന്നതിനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രവർത്തന സന്നദ്ധതയിലും സാങ്കേതിക വൈദഗ്ധ്യത്തിലും അവർ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചുവെന്നും പത്രക്കുറിപ്പിൽ പാക് സൈന്യം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 450 കിലോമീറ്റർ പ്രഹരശേഷി ഉണ്ടെന്ന് പാക് സൈന്യം അവകാശപ്പെടുന്ന അബ്ദാലി മിസൈലും പാകിസ്ഥാൻ പരീക്ഷിച്ചിരുന്നു. ഇതിപ്പോ ഇന്ത്യയുടെ അടി ഭയന്ന് വിരളി പിടിച്ച് പേടിച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ കൈവശമുള്ള മിസൈലുകൾ പൊട്ടുമോ എന്നറിയാൻ വീണ്ടും പരീക്ഷിക്കുന്നതായാണ് തോന്നുന്നത്. പിന്നെ ഈ വക മിസൈലുകൾ പാകിസ്ഥാൻ തൊടുത്തുവിട്ടാലും ചിലപ്പോൾ പാകിസ്ഥാന് ഉള്ളിൽ തന്നെ മിസൈലുകൾ തകർന്നു വീഴാനും സാധ്യതയുണ്ട്. കാരണം ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ റഷ്യൻ നിർമ്മിത S-400 വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യക്കുണ്ട്. അത് പാകിസ്ഥാൻ മറക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇന്ത്യ അങ്ങോട്ട് മിസൈൽ വിട്ടാലുള്ള സ്ഥിതി അങ്ങനെ ആയിരിക്കില്ല. തടയാൻ നല്ലൊരു വ്യോമപ്രതിരോധ സംവിധാനം പോലും പാകിസ്ഥാനില്ല. ആകെയുള്ളത് ബ്രഹ്മോസ് അബദ്ധത്തിൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തൊടുത്തപ്പോൾ അതുപോലും റഡാർ സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്ന ചൈനീസ് നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.